ഈ ഭൂമിയിലെ മനുഷ്യരോ ശക്തികളോ ഒന്നുമല്ല. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ക്രൂസിഫൈഡ് ജീസസ്. എല്ലാം അറിയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ അവൻ നടക്കുന്നുണ്ട്. അവൻ നിങ്ങളെ കാത്തുകൊള്ളും. പരിപൂർണമായി അവന് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായാൽ മതി. തളർന്നവന് ബലം നൽകുന്ന കർത്താവ്, ഈ മകന്, ഈ മകൾക്ക് അങ്ങ് ഈ നിമിഷം അങ്ങ് ശക്തി പകരണമേ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സംരക്ഷണവും സന്തോഷവും സമാധാനവും എല്ലാ കൃപകളും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. അച്ഛൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവിക സംരക്ഷണത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ദൈവിക സംരക്ഷണം. കർത്താവ് നമ്മളെ കാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ പണ്ടേ തകർന്നു പോയേനെ. നമ്മുടെ കുടുംബം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം എല്ലാറ്റിനും ഈ ദൈവികമായ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ്. അപ്പം നമ്മളിന്ന് പ്രത്യേകമായിട്ട് ദൈവിക സംരക്ഷണത്തിനെ പറ്റി ധ്യാനിക്കുകയാണ്. ദൈവിക സംരക്ഷണത്തിൻ്റെ കരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടേതായിട്ടുള്ളതെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പോവുകയാണ് ഈ വചന വിചിന്തനത്തിലൂടെ. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ അമ്മച്ചി സ്ഥിരമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ സാധാരണ കുർബാന കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പടിക്കൽ ഇങ്ങനെ വന്ന് അമ്മച്ചി കാത്തു നിൽക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, അമ്മേ എല്ലാ ദിവസവും അമ്മ അങ്ങനെ ആശീർവാദ പ്രാർത്ഥന മേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മ പറയും, അച്ഛാ, കുർബാന കഴിഞ്ഞ് അഭിഷേകത്തോടെ ഇറങ്ങി വരാണ് ആ കരങ്ങൾ. ഈശോയെ തൊട്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങളിൽ സ്പർശിച്ച് അഭിഷേകം നിറഞ്ഞ കരങ്ങളാണ്. ഈ കരങ്ങൾ കൊണ്ട് സ്പർശിച്ച് കഴിയുമ്പോൾ, ആശീർവാദം കിട്ടിക്കഴിയുമ്പോൾ ഒന്നും മുഴുവനും ഒരു അഭിഷേകമാണ്, ഒന്നും മുഴുവനും ഒരു സംരക്ഷണം, കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ തണലിലാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, അഭിഷേക പ്രാർത്ഥന മേടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് എപ്പോഴും വരുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മച്ചി, ഒരു വ്യാഴാഴ്ച ദിവസം ഞാൻ ഓർക്കുകയാണ്, അന്ന് കുർബാനയും ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൃതജ്ഞതകൾ പറയുന്ന, അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അമ്മച്ചി ഇങ്ങനെ അടുത്ത് വന്നു, മൈക്ക് എടുത്തിട്ട് പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. ഒരു ദിവസം ഞാൻ ജീവനച്ചൻ എൻ്റെ കയ്യിൽ നിന്ന് സംരക്ഷണ പ്രാർത്ഥന മേടിച്ചിട്ട് അമ്മച്ചി ഇങ്ങനെ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ നിന്ന് കാറിൽ 3-4 പേരും കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പം അമ്മച്ചിയാണ് കാർ ഓടിച്ചിരുന്നത്. അങ്ങനെ കാർ ഒരു പോസ്റ്റിലിടിച്ച് തകർന്ന് തരിപ്പടമായിപ്പോയി, എല്ലാം തകർന്നു പോയി. പക്ഷെ അമ്മ പറയുന്നൊരു കാര്യം ഇതാണ്, കാറിൽ യാത്ര ചെയ്ത എനിക്കോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേർക്കോ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. കാറിൻ്റെ അവസ്ഥ കണ്ടാൽ കാറിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്ത് ആരും ജീവിച്ചിരിക്കത്തില്ലെന്ന് തോന്നത്തുള്ളൂ. പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ദൈവീകമായ സംരക്ഷണം ലഭിച്ചിരുന്നു. എന്നിട്ട് മൈക്കിൽ കൂടി പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ യാത്രകളിൽ കർത്താവെ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും ശരീരത്തിനും സ്വത്തിനും ഞങ്ങളുടെ മക്കൾക്കും ജീവിത പങ്കാളിക്കും എല്ലാം സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമ്മളും പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങയുടെ സംരക്ഷണം തരണമേ. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കൂലേ, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ കാവൽ വ്യർത്ഥം, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ വേലക്കാരുടെ വേല വ്യർത്ഥമെന്ന്. അതാണ് കർത്താവിൻ്റെ സംരക്ഷണം. കർത്താവിൻ്റെ സാമീപ്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ബാക്കി എല്ലാം വ്യർത്ഥമാണ്. കർത്താവെ, എൻ്റെ കൂടെ നിൽക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കണമേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് കാത്തു പരിപാലിക്കണമേ, എൻ്റെ ജീവിതത്തെ അങ്ങ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം സംരക്ഷിക്കുന്ന ഒത്തിരി ഇടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ കർത്താവ് വിടുവിക്കുന്നുണ്ട്. ഈജിപ്തിലായിരിക്കുന്ന സമയത്ത്, ഫറവോയുടെ അടിമത്തത്തിലായിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ട് 10 മഹാമാരികൾ അയക്കുന്നുണ്ട്. ഈ മഹാമാരികളിൽ നിന്നെല്ലാം ദൈവം സ്വന്തം ജനത്തെ സംരക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ആദ്യജാതനെ സംഹരിക്കുന്ന ഈജിപ്തിലെ ആദ്യജാതന്മാരെ സംഹരിക്കുന്ന സമയത്ത് കട്ടളപ്പടികളിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെടുന്ന ഭവനങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നുണ്ട്.
കണ്ടോ, ദൈവം പ്രത്യേകമായ സംരക്ഷണം ഇസ്രായേൽ ജനത്തിന് നൽകി അനുഗ്രഹിക്കുകയാണ്. പിന്നീട് ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിലും മുഴുവനും നമുക്കറിയാം ഒരു ദൈവികമായ സംരക്ഷണം ആ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെങ്കടൽ മുറിച്ച് കിടക്കുമ്പോഴെല്ലാം ഒരു വശത്ത് ഫറവോയുടെ തിങ്ങി വരുന്ന, ആക്രോശിച്ചു കൊണ്ടുവരുന്ന, സന്നാഹത്തോടെ വരുന്ന പട്ടാളക്കാർ, ഇരുവശങ്ങളിലും ആർത്തിരമ്പുന്ന കടൽ, അതിലൂടെ ഇടയിലൂടെ കർത്താവ് സ്വന്തം ജനത്തെ ഇങ്ങനെ നയിക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. പിന്നീട് നമ്മൾ മുന്നോട്ട് കാണും അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി ഒക്കെ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിച്ച് നയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇസ്രായേൽ ജനം യാത്ര ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ ദൈവം മറ്റു ജനങ്ങളിൽ നിന്ന് സ്വന്തം ജനത്തെ കാത്തു സൂക്ഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ സംരക്ഷണം, ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ച നയിച്ച ദൈവത്തിൻ്റെ സംരക്ഷണം, യഹോവയുടെ സംരക്ഷണം നമ്മുടെ ജീവിതങ്ങളിലും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, യാചിക്കണം. സങ്കീർത്തനം 121 7-8 വാക്യങ്ങൾ: സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും, കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. കണ്ടോ, സങ്കീർത്തകൻ നമുക്ക് തരുന്നൊരു വാഗ്ദാനമാണത്. കർത്താവ് സകല തിന്മകളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും, കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഇതൊരു പ്രാർത്ഥനയാക്കി നമ്മൾ മാറ്റണം. കർത്താവെ, എൻ്റെ ജീവിതത്തെ എന്നെ സംരക്ഷിക്കണമേ, എൻ്റെ സകല വ്യാപാരങ്ങളും സംരക്ഷിക്കണമേ, എൻ്റെ ജീവൻ അങ്ങ് കാവലായിരിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയർന്നു കേൾക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇനി അച്ഛൻ പറയാൻ പോകുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ദൈവിക സംരക്ഷണം നമ്മുടെ കുടുംബങ്ങളിൽ ലഭിക്കാൻ, നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് അച്ഛൻ്റെ തലയിൽ ഇന്നലെ ഇങ്ങനെ അച്ഛൻ ദിവ്യാനത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അതേപടി നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമതായിട്ട് ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നുണ്ട്? ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയത്തില്ലേ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. നമ്മുടെ ജീവനെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് ആകുലരാകേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളുടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ. കണ്ടോ, ദൈവസന്നിധിയിൽ നമ്മളുടെ പ്രാർത്ഥനകളും യാചനകളും എപ്പോഴും അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നാണ് ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കർത്താവെ എന്നെ സംരക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ എന്ന് എപ്പോഴും ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുണ്ടാവണം. നമ്മുടെ സഭ നമ്മുടെ മുന്നിൽ ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥനകൾ തന്നിട്ടുണ്ട്, അല്ലേ? ഞാൻ ഓർക്കാണ്, കുഞ്ഞുനാൾ മുതൽ അമ്മ പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ്. വീട്ടിലെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് അവസാനം ഈ പ്രാർത്ഥന നമ്മളൊക്കെ ചൊല്ലാറുണ്ട്. ചിലപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പൊക്കെ ചൊല്ലാറുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടില്ലേ? യൂതന്മാരുടെ രാജാവായ നസറെത്തുകാരൻ ഈശോ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പിശാചിൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമെന്ന്. ഈ പ്രാർത്ഥന 3 പ്രാവശ്യം കുടുംബ പ്രാർത്ഥനയ്ക്കിടയിൽ ചൊല്ലാറുണ്ട്. ഇപ്പോഴും ഞാൻ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. ആരാധന തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഈ സെൻറ്ററിൽ ഈ ഗാനം ഞങ്ങൾ ഗാനരൂപേണ ഇത് 3 പ്രാവശ്യം പാടാറൊക്കെ ഉണ്ട്. അതാണ് ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പ്രാർത്ഥന വേണം. തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന നമ്മൾ ഓർക്കുന്നില്ല. ഈശോയുടെ തിരുരക്തത്താൽ കഴുകി എന്നെയും എൻ്റെ കുടുംബത്തെയും പൊതിഞ്ഞു പിടിക്കണം, തിരുരക്ത കോട്ട കെട്ടി എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറില്ല. അതാണ് പ്രാർത്ഥനകൾ കൊണ്ട് നമ്മളെ തന്നെ
സംരക്ഷിതമാക്കണം. നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള സങ്കീർത്തനം ഉണ്ടല്ലോ. ചിലരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, യാത്രയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലർ പറയാറുണ്ട്, അച്ഛാ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ സങ്കീർത്തനം ചൊല്ലാറുണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സങ്കീർത്തനം ചൊല്ലാറുണ്ട്, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ സങ്കീർത്തനം ചൊല്ലാറുണ്ട് എന്നൊക്കെ. 91 സങ്കീർത്തനം എന്താണ്? അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനെന്ന് തുടങ്ങുന്ന ആ സംരക്ഷണ സങ്കീർത്തനം നമ്മളെപ്പോഴും ചൊല്ലാറില്ല. ഞങ്ങൾ ഓർക്കാണ്, ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ കാറിൽ ഞങ്ങളെല്ലാവരും കൂടി ഈ സങ്കീർത്തനം ചൊല്ലിപ്പോകുമ്പോൾ ദൈവം ഇങ്ങനെ വന്ന് ഞങ്ങളെല്ലാവരെയും ഇങ്ങനെ ചിറകിൻ കീഴിൽ പൊതിഞ്ഞു പിടിക്കുന്നൊരു അനുഭവം ഉണ്ടാവാറുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന, അച്ഛൻ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ബന്ധനമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എൻ്റെ പൗരോഹിത്യത്തെയും എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയൊക്കെ സംരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ചൊല്ലുന്ന, നിർബന്ധമായിട്ട് ഞാൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന. വിശുദ്ധ മിഖായേൽ മാലാഖ വ്യൂഹങ്ങളോടൊപ്പം സ്വർഗത്തോടൊപ്പം വന്ന് സംരക്ഷിക്കണമേ എന്ന് യാചിക്കും. അങ്ങനെ ഒരു സംരക്ഷണം എനിക്ക്, അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ശുശ്രൂഷകർക്കൊക്കെ ലഭിക്കാറുണ്ട്. വിശുദ്ധ മിഖായേൽ മാലാഖ ശക്തമായി ഒരു ദൈവത്തിൻ്റെ ഒരു ദൂതനാണ്. അദ്ദേഹം നമ്മളെല്ലാവരെയും സംരക്ഷിക്കും. നമ്മൾ വിശുദ്ധ മിഖായേൽ മാലാഖയോടൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ മക്കളെ. അച്ഛനെ കേൾക്കുന്നവരൊക്കെ വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ പ്രാർത്ഥിച്ച് സംരക്ഷണം എടുക്കണം. അതോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ കാവൽ ദൂതന്മാരോടൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങൾ മൈൻഡ് ചെയ്യാറുണ്ടോ? നിങ്ങൾക്കൊരു കാവൽ മാലാഖയൊക്കെ ഉണ്ട്, നിങ്ങളുടെ കൂടെ നടക്കുന്ന, നിങ്ങൾക്കായി മാത്രം കൂടെ നടക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാവൽ മാലാഖയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ കാവൽ മാലാഖയെ സുഖമാണോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ. കാവൽ മാലാഖയൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതൊക്കെ നല്ലതാണ്. അപ്പോൾ കുറേയും കൂടിയൊക്കെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ കാവൽ മാലാഖയ്ക്ക് കുറച്ചുകൂടി അടുത്ത് വരാനും നമ്മളെ കുറേയും കൂടി സംരക്ഷിക്കാനൊക്കെ പറ്റും. അപ്പോൾ കാവൽ മാലാഖയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യുക. ഒരു കാവൽ മാലാഖയെ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ സംരക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ നിരന്തരമായി ഒരു ദൈവിക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനകൾ വേണം, എപ്പോഴും പ്രാർത്ഥനകൾ വേണം. സങ്കീർത്തനം 3:3 നമ്മൾ വായിക്കത്തില്ലേ, കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. എൻ്റെ കർത്താവിനോട് പറയാണ്, ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ഏറ്റു പറയാണ്, കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. എത്ര അഭിഷേകമുള്ളൊരു വചനമാണ്. അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് പറയാണ്, ഈ ഭൂമിയിലെ മനുഷ്യരോ ശക്തികളോ ഒന്നുമല്ല, കർത്താവേ അങ്ങാണ് എൻ്റെ രക്ഷാകവചം, കർത്താവേ അങ്ങാണ് എൻ്റെ സംരക്ഷകൻ, കർത്താവേ അങ്ങാണ് എന്നെ വഴി നടത്തുന്നവൻ. അച്ഛൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മളെപ്പോഴും ഈ പ്രാർത്ഥനയുടെ വലയത്തിലായിരിക്കുമ്പോൾ ദൈവിക സംരക്ഷണം ലഭിക്കുന്നതിനെക്കുറിച്ച് ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊക്കെ പലർക്ക് പശുവിനെയൊക്കെ വളർത്തി ശീലമുള്ള ആളുകളായിരിക്കും. ഈ പശുവിനെ നമ്മൾ പറമ്പിൽ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ കയറിലാണ് നമ്മൾ കെട്ടുക. ഈ കയറിന് എത്ര നീളമുണ്ടോ അത്ര ഈ പശുവിന് കിടന്ന് കറങ്ങാൻ പറ്റുള്ളൂ. പശുവിനെ കെട്ടിയ പറമ്പൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ വട്ടത്തിൽ പശു ഇങ്ങനെ നടന്ന് ആ ഏരിയയിൽ മാത്രം പുല്ലുണ്ടാവത്തില്ല. നടന്ന് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ആ ഏരിയയിൽ മാത്രം ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാം. അതായത് കയറിന് എത്ര നീളമുണ്ട് അത്രയും പശുവിന് നടക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു ആവൃത്തിക്കുള്ളിൽ നമ്മളായിരിക്കണം. ദൈവത്തിൽ നിന്നും നമ്മൾ വല്ലാതെ, ദൈവിക സംരക്ഷണത്തിൻ്റെ കോട്ടയിൽ നിന്നും വല്ലാതെ നമ്മൾ പുറത്തേക്ക് പോയി കളഞ്ഞേക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ്, ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള സ്മരണകളിലാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാർത്ഥനയുടെ നിമിഷങ്ങളും ദൈവത്തോട് കൂടുതൽ ഇടപഴകാനും അവിടുത്തെ സംരക്ഷണത്തിൻ്റെ ആവൃത്തിക്കുള്ളിലായിരിക്കുവാനുള്ള നിമിഷങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈ കുരിശെടുത്തപ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു പൈശാചിക പീഡയുള്ളൊരു വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഈ ബെനഡിക്റ്റൈൻ ക്രോസ്
ആ നെറ്റിയിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ആത്മാവ് പുറത്തേക്ക് വരികയാണ്, വല്ലാതെ വയലൻ്റ് ആകാനായിട്ട് തുടങ്ങി. കണ്ടോ, ഇത് ബെനഡിക്റ്റൈൻ ക്രോസാണ്, എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉള്ളതാണ്. നമ്മുടെ യാത്രകളിലെല്ലാം ഈ ഇങ്ങനെ കുരിശ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാകണം. ഈ കുരിശിൽ നോക്കി കുരിശിനെ മുറുകെ പിടിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ കുരിശിൻ്റെ യോഗ്യതകളാലാണ്, തിരുരക്തത്തിൻ്റെ യോഗ്യതകളാൽ, അവിടുത്തെ പാഠപീഠകളുടെ യോഗ്യതകളാലാണ് നമ്മളെല്ലാവരും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ കുരിശേ, മഹനീയമായ കുരിശേ, ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്ന കുരിശേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമ്പത്തിനെയും എല്ലാം കാത്തു സംരക്ഷിക്കണമേ എന്ന് പറയണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ക്രൂസിഫൈഡ് ജീസസ് എന്ന് പ്രൊട്ടക്റ്റ് മീ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. വിശുദ്ധ കുരിശിൻ്റെ ഭക്തിയിലൊക്കെ നമ്മൾ കൂടുതൽ ദാഹിച്ചൊക്കെ പ്രാർത്ഥിക്കണം. പിന്നെ ചെറിയൊരു കാര്യമാണ്, പക്ഷെ വലിയൊരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ആരുടെയെങ്കിലൊക്കെ കയ്യിൽ കുരിശുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ചുംബിക്കണം. ഉണ്ടോ? ഒന്ന് ചുംബിക്കണം. ചെറിയ കാര്യമാണ്, ചുംബിക്കണം. ഇത് പലരും അച്ഛനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം അച്ഛൻ്റെ അമ്മ കിടക്കുന്ന കട്ടിലിൽ അമ്മയുടെ തലോണിക്കടിയിൽ കുരിശുണ്ടാവും, അല്ലെങ്കിൽ അന്തോണീസ്വനാൻ്റെ രൂപം ഉണ്ടാവും, മാതാവിൻ്റെ കൊച്ചു രൂപമൊക്കെ ഉണ്ടാവും. ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് എടുത്തിങ്ങനെ കിസ് ചെയ്യും, ചെറുതായിട്ടൊന്ന് ഉമ്മ വയ്ക്കും. അപ്പോൾ അതൊരു സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്, അവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്, വിശ്വകുരിശിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്, ആദരവാണ്. അതിലൂടെ നമ്മൾ നമ്മുടെ ആത്മാവിനെ അവരുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശുദ്ധ കുരിശിനോടുള്ള ഭക്തി, വിശുദ്ധ കുരിശിനോടുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് എപ്പോഴും വേണം. ജപമാലകൾ ധരിക്കണം. വിശുദ്ധ കുരിശുകളൊക്കെ നമ്മുടെ കീശകളിലും നമ്മുടെ പോക്കറ്റുകളിലും നമ്മുടെ പേഴ്സിലൊക്കെ വെക്കുക. അങ്ങനെ ഒരു ദൈവിക സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അങ്ങനെ പ്രാർത്ഥനയിലൂടെ ദൈവിക സംരക്ഷണം എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. 2 തെസ്സലോനിക്ക 3:3 നമ്മൾ വായിക്കും, അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. അവിടുന്ന് കാത്തുകൊള്ളുന്നേ, അവനെല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ അവൻ നടക്കുന്നുണ്ട്, അവൻ നിങ്ങളെ കാത്തുകൊള്ളും. പരിപൂർണമായി അവന് വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടായാൽ മതി. പരിപൂർണമായി അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനെ, ജീവിതത്തെയൊക്കെ പ്രാർത്ഥനയിലൂടെ ഉയർത്തി നൽകാനുള്ളൊരു മനസ്ഥിതി ഉണ്ടായാൽ മതി. ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം കർത്താവേ 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 എന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ മതി. അവൻ്റെ സ്മരണയിൽ നടക്കാൻ പരിശ്രമിച്ചാൽ മതി. അവിടുന്ന് നിങ്ങളെയും എന്നെയും എല്ലാം കാത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, 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 ആരാധന, 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 മഹത്വം. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ദൈവിക സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേട്ടോ. എൻ്റെ കർത്താവ്, ഞാൻ ഈ ഭൂമിയിലാണ് നടക്കുന്നതെങ്കിലും എൻ്റെ കർത്താവിൻ്റെ ഓർമ്മകളിലാണ്, കർത്താവിനോട് പ്രാർത്ഥിച്ചാണ്, കർത്താവിനോട് ഇങ്ങനെ മനസ്സിൽ സംസാരിച്ചാണ് ഞാൻ ഈ ഭൂമിയിൽ നടക്കുന്നത്. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ സംരക്ഷിക്കും. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആവൃത്തിക്കുള്ളിലാണ് ഞാൻ. കർത്താവ് എന്നെ ഒരിക്കലും കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി ദൈവിക സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ദൈവിക കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ്. ദൈവിക കൽപ്പനകൾ, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും അതേപടി പാലിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. കർത്താവിൻ്റെ കൽപ്പനകൾ നമുക്കൊരു സംരക്ഷണമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ 6, 7, 8 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 7 മുതലുള്ള വാക്യങ്ങളിൽ, എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. കണ്ടോ, എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ സീനായി മലയിൽ വെച്ചിട്ട് മോശയ്ക്ക് കർത്താവ് നിയമങ്ങൾ 10 കൽപ്പനകളൊക്കെ നൽകുന്നുണ്ട്. ആ കൽപ്പനകളെല്ലാം അതേപടി അനുസരിക്കാനായിട്ട് ജോഷുവയോട് പറയുകയാണ്. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്, നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. കണ്ടോ, കൽപ്പനകൾ പാലിക്കുമ്പോൾ, കർത്താവിൻ്റെ ആജ്ഞകൾ പാലിക്കുമ്പോൾ, അവിടുത്തെ നിയമങ്ങൾ പാലിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുമെന്നാണ് വചനം പറയുക. ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. കർത്താവ് തരുന്ന ഒരു വാഗ്ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവ് തരുന്നൊരു വാഗ്ദാനമാണ്. കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴാണോ പാലിക്കുന്നത്, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ വിജയം വരിക്കും. കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. ജീവിത കാലഘട്ടത്തിൽ ആർക്കും നമ്മളെ ആക്രമിക്കാനോ തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കുകയില്ല. സങ്കീർത്തനം 23-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നിന്റെ ശത്രുക്കൾ കാണുക അവിടുന്ന് നിനക്ക് വിരുന്നൊരുക്കും. കണ്ടോ, കർത്താവ് നമ്മുടെ ശത്രുക്കളൊക്കെ കാണുക അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ കർത്താവ് വിരുന്നൊരുക്കും, നമ്മളെ അവിടുന്ന് സംരക്ഷിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്കെപ്പോഴും ഒരു പരിശ്രമം വേണം കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛൻ പ്രത്യേകമായിട്ട് പറയുന്ന ഈ 1-ാം പ്രമാണ ലംഘനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കർത്താവ് ഇതൊരു കൽപ്പനയായിട്ട് തന്നേക്കാണ്. കർത്താവ് വന്ന് അയ്യോ ഇത് ചെയ്യണം കേട്ടോ, ഇത് ചെയ്യരുത് കേട്ടോ എന്ന് പറയുന്നതല്ല, കമാൻഡ്മെൻ്റ് ആണ്. കമാൻഡ്മെൻറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ഹയർ അതോറിറ്റി ടു ദ ലോവർ അതോറിറ്റി. ഒരു രാജാവ് തൻ്റെ പ്രജകൾക്ക്, രാജാവ് തൻ്റെ കീഴിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കൽപ്പന. ക്രിസ്ത്യാനികളായ നമ്മളോടെല്ലാവരോടും നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ 10 കൽപ്പനകൾ. നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തേ പറ്റൂ. ഇതിൽ 1-ാമത്തെ പ്രമാണം നോക്കിയാൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് കേട്ടോ. ഉണ്ടാകരുത്, മറ്റൊരു ദൈവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവിനേക്കാളും ഉപരി ഇപ്പോൾ എന്താണ് ഈ ഒരു 1-ാമത്തെ കൽപ്പന അനുസരിച്ച് കൽപ്പനയ്ക്കെതിരെ വരുന്ന ഒരു പാപമാണ് വിഗ്രഹാരാധന. വിഗ്രഹാരാധന എന്താണെന്ന് നിങ്ങൾ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയുന്ന കാര്യം ഇതാണ്: ദൈവത്തെക്കാൾ ഉപരി നിങ്ങൾ ആരെ സ്നേഹിച്ചാലും, ദൈവത്തെക്കാൾ ഉപരി 1-ാം സ്ഥാനം മറ്റാർക്ക് നൽകിയാൽ അത് വിഗ്രഹാരാധനയാവും. ദൈവത്തെക്കാൾ ഉപരി ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, ജോലിക്ക്, സമ്പത്തിന്, സൗന്ദര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചാൽ അത് വിഗ്രഹാരാധനയായിട്ട് മാറും. പിന്നെ ഈ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന കാര്യം എന്താ? മറ്റു ദൈവങ്ങളെ ആരാധിക്കുക. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലുമൊക്കെ മറ്റ് ദൈവങ്ങളെയൊക്കെ ആരാധിക്കാറുണ്ടോ? ഉണ്ടോ? മറ്റ് മതവിചാരങ്ങളിലും അവരുടെ തത്വസംഹിതകളിലൊക്കെ പോയി കുടുങ്ങിപ്പോവാറുണ്ടോ? കർത്താവ് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അച്ഛൻ പലപ്പോഴും ഈ ധ്യാനങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കും, ഹലോ ക്രിസ്ത്യാനികളെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ കൂടോത്രവും മന്ത്രവാദവും ചാത്തവും സേവയും കൈനോട്ടവും മഷിനോട്ടവും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടോ? അല്ലെങ്കിൽ ഈ ജ്യോതിഷോ, പണിക്കരെ പോയി കാണുക, മല്ലാക്കന്മാരെ പോയി കാണുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട് ചോദിക്കും. അവർ പറയും, ഇല്ലച്ചാ, നിങ്ങളെ ചെയ്യുന്ന ആളുകളല്ലച്ചാ, ക്രിസ്ത്യാനികൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന്. ഇപ്പോൾ പതിയെ ചോദിച്ചു വരുമ്പോൾ ഈ തലമൂത്ത അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ പറയും, അച്ഛാ എന്താണ് അച്ഛാ, നമ്മളുടെ ഇടയിൽ ആളുകളുണ്ടെന്നേ, ഈ പാരമ്പര്യ ക്രിസ്ത്യാനികളും ഈ തലമുറകളായിട്ട് പ്രാർത്ഥനക്കാരാണെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ പോലും, വിശ്വാസികളാണെന്ന് പറയുന്നവരിടയിൽ പോലും ഈ 1-ാം പ്രമാണ ലംഘനങ്ങൾ ഒത്തിരി സംഭവിക്കുന്നുണ്ട് അച്ഛാ എന്ന് അറിവുള്ളവർ, ജ്ഞാനമുള്ളവരൊക്കെ പറയുന്നത് അച്ഛൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കീർത്തി എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, 1-ാം പ്രമാണ ലംഘനങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവ് ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവാണ്. കർത്താവ് ആ കാര്യത്തിൽ ഇൻടോളറൻ്റ് ആണെന്ന് തന്നെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല. കർത്താവ് നമ്മളെ സംരക്ഷിക്കാനായിട്ട് കൊതിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ 1-ാം പ്രമാണ ലംഘനത്തിലൂടെ കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. സത്യക്രിസ്ത്യൻ, പ്രായമുള്ളൊരു വ്യക്തിയാണ്. എവിടെ നിന്നാണെന്നോ ആരാണെന്നൊന്നും അച്ഛൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ്: അവർ 3 തലമുറ ക്രിസ്ത്യാനികളാണ്. അവർ 3 തലമുറകളായിട്ട് ചാത്തൻ സേവ ചെയ്യുന്നവരാണ്. 3 തലമുറകളായിട്ട് ചാത്തൻ സേവ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, രാവിലെ എഴുന്നേക്കും, എവിടെയെങ്കിലുമൊക്കെ പോയി റോഡ് സൈഡിലൊക്കെ, ആരോടും എങ്ങോട്ടായ പോകണമെന്നൊന്നും പറയത്തില്ല, ഒരു വെളിവില്ലാത്തതുപോലെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ പോലീസിലൊക്കെ വിളിച്ചു പറഞ്ഞ് ആളുകളൊക്കെ അന്വേഷിച്ച് ഈ പുള്ളിനെ കൊണ്ടുവന്ന് മുറിയിൽ കൊണ്ടുവന്ന് ഇടും.
പിന്നെ ആ കുടുംബത്തിൽ 3 തലമുറകളായിട്ട് പലർക്കും ചുഴലി രോഗങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, ഇങ്ങനെ രോഗങ്ങളാണ്. തമാശ പ്രകാരമാണ് അച്ഛൻ പറയുന്നതെങ്കിലും അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഇതാണ്, അവർ പള്ളിയിലും പോവും, പള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ ചാത്ത സേവയ്ക്കും പോവും. മനസ്സിലാകുന്നുണ്ടോ? എന്ത് ക്രൈസ്തവികതയാണെന്ന് അച്ഛൻ ചിന്തിച്ച് പോവുകയാണ്. നമുക്ക് ഒറ്റ ദൈവമുള്ളൂ, അത് കർത്താവായ ഈശോ മിശിഹായാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ദൈവിക സംരക്ഷണത്തിൻ്റെ വേലി പൊട്ടിപ്പോവും, തകർന്നു പോകും. അപ്പോൾ പിശാച്, ഈ ദുഷ്ടപിശാച് നമ്മുടെ ഉള്ളിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ വരും. എന്താണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ നിർബന്ധിതരാക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ 3 മറുപടികൾ കിട്ടും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നാൽ 3 മറുപടികൾ കിട്ടും. ഇപ്പം ഞാൻ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നേക്കാണ്. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ എനിക്ക് കടമൊക്കെ മാറിക്കിട്ടണം, എല്ലാ കടബാധ്യതയും മാറണം, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നേക്കാണ്. അപ്പോൾ കർത്താവ് എനിക്ക് 3 മറുപടികൾ തരും. ഒന്ന്, കർത്താവ് യെസ് പറയും, നിനക്കിരിക്കട്ടെ, യെസ്. രണ്ടാമത് കർത്താവ് പറയും നോ. ചില സമയങ്ങളിൽ സഹനങ്ങൾ അങ്ങനെ തന്നെ എടുക്കാനായിട്ട് കർത്താവ് നമ്മോട് പറയും. ഇനി 3ാമതൊരു മറുപടിയും കൂടി ഉണ്ട്, വെയിറ്റ്. സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നമ്മൾ ഒറ്റ മറുപടിക്ക് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. യെസ്, എനിക്ക് പരീക്ഷയൊക്കെ ജയിക്കണം, എൻ്റെ കടബാധ്യത മാറണം, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം, രോഗങ്ങളൊന്നും എനിക്ക് എൻ്റെ കുടുംബത്തിന് ഉണ്ടാകരുത്, ഒരു സഹനം ഉണ്ടാകരുത്, എല്ലാം യെസ് 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 മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. നോ എന്തെങ്കിലും വന്നാൽ, വെയിറ്റ് എന്തെങ്കിലും വന്നാൽ ആ സമയത്ത് കർത്താവിനോട് പോയി, നിനക്കെന്താ കണ്ണിച്ചോരയില്ലേ, നിനക്ക് മനസ്സിലാവുന്നില്ലേ, എൻ്റെ വേദന മനസ്സിലാവുന്നില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കർത്താവിനോട് ചോദിക്കാറുണ്ട്. ഇല്ല, എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട്. കേൾക്കപ്പെടാത്ത ഒരു പ്രാർത്ഥനയില്ല. നിൻ്റെ എല്ലാ പ്രാർത്ഥനയും കർത്താവ് കേൾക്കുന്നുണ്ട്. നിൻ്റെ ഭാവി അറിയാവുന്നത് കൊണ്ട് നിനക്ക് നന്മയ്ക്കുതകാത്തതൊന്നും അവൻ നിനക്ക് തരത്തില്ല. നീ എത്ര പ്രാർത്ഥിച്ചാലും നിൻ്റെ അമ്മയേക്കാൾ, പെറ്റമ്മയേക്കാൾ നിന്നെ കരുതുന്ന ദൈവമായതുകൊണ്ട്. മത്തായി സുവിശേഷം പറയും, നിൻ്റെ ഓരോ തലമുടി ഇഴ പോലും കൊഴിയുന്നത് അവൻ അറിയുന്നു. അത്രയും സെൻസിറ്റീവായിട്ട് വളരെ അടുത്ത് നിന്നെ അറിയുന്ന ദൈവം നിനക്ക് നന്മയ്ക്കുതകാത്ത ഒരു കാര്യവും നിൻ്റെ ജീവിതത്തിൽ ചെയ്തു തരത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ ഈ പിശാചിൻ്റെ അടുത്ത് ഈ ചാത്തൻ സേവയ്ക്കും കൂടോത്രത്തിനും മന്ത്രവാദത്തിനൊക്കെ പോയാൽ എന്ത് പറ്റുമെന്നറിയാമോ? അവന് വേറൊരു മറുപടി അറിയത്തില്ല, യെസ് മാത്രമേ ഉള്ളൂ, യെസ് മാത്രമേ അറിയത്തുള്ളൂ. ഒരു ഫാമിലി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഓർക്കാണ്, അവരുടെ വീട്ടിൽ ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു, മാറാത്ത കടബാധ്യതകൾ. അപ്പം അങ്ങനെ ആരോ ഇടവകയെ തന്നെ വേറെ ആരോ പറഞ്ഞ് കോഴിയെ കുരുതി കഴിക്കുന്നൊരിടമുണ്ട്, അവിടെ പോയി കോഴിയെ കുരുതി ചാത്തന് സമർപ്പിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന്. അപ്പോൾ അവർ കാര്യം നടന്നാൽ മതിയല്ലോ, കടബാധ്യത മാറിയാൽ മതിയല്ലോ. അവരെന്ത് ചെയ്തു, ഈ കോഴീനെ കുരുതി കൊടുത്ത് ചാത്തൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പൈശാചിക ബന്ധനങ്ങളുടെ മേലെ പ്രാർത്ഥിക്കുകയാണ്. കെട്ടിൻ്റെ മേലെ കെട്ടായി, എല്ലാം കെട്ടായി. മനസ്സിലാവും? സത്യക്രിസ്ത്യാനികളാണ് പ്രാർത്ഥിക്കുന്ന, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന, ബൈബിൾ വായിക്കുന്ന സത്യക്രിസ്ത്യാനികളാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത്. നോക്കിയേ, അച്ഛൻ നിങ്ങളോട് പറയണം, മരിക്കേണ്ടി വന്നാലും ഒരിക്കലും ഈശോയെ വിട്ടിട്ട് എവിടെയും പോയേക്കരുത്. പിന്നീട് അവർ വന്ന് അനുദപിച്ചു, നല്ല കുമ്പസാരവും കൗൺസിലിങ്ങും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വിടുതൽ പ്രാർത്ഥനയൊക്കെ കൊടുത്ത് അവരിപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഈശോയെ തെറ്റുപറ്റി എന്നുള്ളൊരു ചിന്തയോടെ ജീവിക്കുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് സംരക്ഷണം തരും, കർത്താവ് നമുക്ക് സൗഖ്യം തരും, കർത്താവ് നമുക്ക് വിടുതൽ തരും, കർത്താവ് നമുക്ക് സ്വസ്ഥത തരും, കർത്താവ് നമുക്ക് സമാധാനം തരും. കർത്താവ് തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനം പോവുകയല്ല, എന്നും നിലനിൽക്കുന്ന സമാധാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ആരാധന, 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 മഹത്വം, മഹത്വം. അതാണ് നമ്മൾ ഒരിക്കലും പ്രമാണലംഘനങ്ങൾ, 1-ാം പ്രമാണലംഘനമൊന്നും ഒരിക്കലും നടത്തിയേക്കരുത്. കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്തു പോയേക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൂടോത്രോ, ഒരു മഷുനോട്ടോ, ഒരു പണിക്കരുടെ അടുത്ത് പോകുന്ന, ഒരു മല്ലാക്കയുടെ അടുത്ത് പോകുന്നതോ, ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോകുന്നതോ, ക്രിസ്ത്യാനികളെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ പറയുക, രാവുകാലം നോക്കുന്നതോ ഓജോ ബോർഡ് കളിക്കുന്നു, അങ്ങനെ ഒന്നും നമുക്ക് പാടില്ല കേട്ടോ. നമ്മളത് മനസ്സിലാക്കി 1-ാം പ്രമാണലംഘനങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. പിന്നെ യുവജനങ്ങളോട് അച്ഛൻ പറയാണ്, ഈ സൈറ്റാനിക് മ്യൂസിക്കുകളൊക്കെ കേൾക്കുന്ന ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഒരു പെൺകുട്ടി, +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി അച്ഛനെ കാണാൻ വന്നത് അച്ഛൻ ഓർക്കുകയാണ്. അവൾ എന്നോട് പറയുകയാണ്, അച്ഛാ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് BTS ബാൻഡ് എന്ന്, അച്ഛൻ ഇതുവരെ അവരുടെ പാട്ടുകളൊന്നും കേട്ടിട്ടില്ല. ഈ BTS എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, അച്ഛൻ പറയുന്നത് ശരിയാണോ? BTS തന്നെയാണോ ഒന്ന്
എനിക്ക് സംശയമുണ്ട്. ആ BTS എന്ന് പറയുന്ന ആ ബാൻഡിൻ്റെ മ്യൂസിക്കുകളൊക്കെ അച്ഛൻ ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ റോക്ക് മ്യൂസിക്കുകൾ, അതോടൊപ്പം തന്നെ ഡിപ്രസീവ് ആയിട്ടുള്ള റോക്ക് ബാൻഡ് മ്യൂസിക്കുകളൊക്കെ സൂത്തിങ് ആണ്. എനിക്കത് കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അച്ഛൻ. അതിങ്ങനെ കേട്ട് ഞാൻ അഡിക്റ്റായി പലതരത്തിലുള്ള മ്യൂസിക്കുകൾ. എന്നാൽ നമ്മൾ അതിലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വല്ലാതെ സെറ്റാനിക് കണ്ടന്റുകളുണ്ട്. മനസ്സിലാവുന്നുണ്ട്? പല പ്രമുഖരായിട്ടുള്ള, ഈ ചരിത്രം കണ്ടിട്ടുള്ള പല പ്രമുഖരായിട്ടുള്ള മ്യൂസീഷ്യൻസൊക്കെ ഈ സേറ്റനിക് വർഷിപ്പുകളുടെ ഗ്രൂപ്പുകളുടെ ഭാഗമാണ്, ബാൻഡുകളുടെ ഭാഗമാണ്. കാരണം ഇവൻ്റെ അടുത്ത് എന്താ കഴിഞ്ഞാൽ എസ് മാത്രമേ ഉള്ളൂ, പോപ്പുലാരിറ്റിയും പ്രതാപവും സമ്പത്തൊക്കെ ഇങ്ങനെ പെരുകി വരും. പക്ഷെ അവനോടൊരു എസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മളെ വിട്ടു പോകത്തില്ല. നമ്മുടെ ആത്മാവ് മുഴുവനും, നമ്മുടെ ജീവിതം മുഴുവനും അവൻ കാർന്ന് തന്ന് നമ്മുടെ അന്ത്യം വിനാശകരമായിരിക്കും. താൽക്കാലികമായ സുഖത്തിന് വേണ്ടി, നൈമിഷികമായ സുഖത്തിന് വേണ്ടിയൊക്കെ ഈശോയെ നമ്മൾ ഒരിക്കലും ഇട്ടിട്ട് പോയേക്കരുത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്നാമതായിട്ട് ദൈവിക സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നിയമാവർത്തനം 31:8 ഭയങ്കര അഭിഷേകമുള്ള വചനമാണ്. ഹല്ലേലൂയ. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കേട്ടോ, കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. കർത്താവ് തരുന്ന വാഗ്ദാനമാണ്. നീ അവനോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ അവിടുന്ന് നിന്റെ മുമ്പിൽ പോകും, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിർബന്ധമായിട്ടും 100% അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കേട്ടോ, ഒരു ഭയവും വേണ്ട, ഒരു പരിഭ്രാന്തിയും വേണ്ട, ഒരു നിരാശയും വേണ്ട, ഒരു ആഴത്തിലുള്ള കുറ്റബോധം ഒന്നും വേണ്ട. പാപബോധം ഉണ്ടായാൽ മതി. കർത്താവിൽ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുക. അവിടുന്ന് നിന്നെ തീർച്ചയായിട്ടും കാത്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, സംരക്ഷണത്തിലായിരിക്കുക. രണ്ടാമത് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക. കേട്ടോ, കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ നല്ലതുപോലെ പാലിക്കുക. അപ്പോൾ ഒരു സംരക്ഷണം, ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കും. ഈ കൽപ്പനകളിൽ തന്നെ 1-ാം പ്രമാണ ലംഘനം അച്ഛൻ പറഞ്ഞു. കേട്ടോ, യുവജനങ്ങളോട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മ്യൂസിക് ബാൻഡുകൾ, നിങ്ങൾ ധരിക്കുന്ന ടീഷർട്ടുകൾ, നിങ്ങൾ ധരിക്കുന്ന ഓർണമെൻറ്റ്സ്, ഇതിലൂടെയൊക്കെ പൈശാചികമായ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. കേട്ടോ, അതൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചൊക്കെ ജീവിക്കാൻ പരിശ്രമിക്കും. പിന്നീട് പൈശാചികമായ പീഡകൾ ഉണ്ടാകാനുള്ള, ദൈവിക സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊന്നാണ് ഈ 6-ാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത്. ഈ 6-ാം പ്രമാണ ലംഘനം, വ്യഭിചാരം. സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരു പുരുഷനെ തേടി പോവുക, സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു സ്ത്രീയെ തേടി പോവുക, ഈ ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പിന്നാലെ പോവുക എന്നുള്ളൊരു കാര്യം, അത് ദൈവിക പ്രമാണങ്ങൾക്ക് എതിരാണ്. നമ്മൾ ഈ ശരീരത്തിൻ്റെ ചോരത്തിളപ്പിലും യൗവനത്തിലും ഒക്കെ ഇത് പാപമല്ല, തെറ്റല്ല എന്നുള്ള ചിന്തയിലൊക്കെ ആരെങ്കിലുമൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റോങ്. ഡിവൈൻ ലോ, അക്കോർഡിംഗ് ടു ദ ഡിവൈൻ ലോ, ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ഇതെപ്പോഴും തെറ്റാണ്. ഇതൊരു ത്രികോണമെന്താണ്? ദൈവം, ഭാര്യ, ഭർത്താവ്, ദൈവം, ഭാര്യ, ഭർത്താവ്. നോക്കിയേ, ദൈവം, ഭാര്യ, ഭർത്താവ്. ഈ ത്രികോണത്തിനിടയിലേക്ക് 4-മതൊരാൾ ഒരിക്കലും പോലും കടന്നു വരാൻ പാടില്ല. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ദൈവത്തിൻ്റെ മുന്നിൽ വലിയൊരു തെറ്റാട്ടോ, മാരകപാപം കേട്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോ. വിവാഹത്തിന് മുമ്പൊക്കെ കുറച്ച് നാൾ മുമ്പ് ഒരു അമ്മച്ചി വന്നേക്കാണ്. എന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛാ എൻ്റെ മകനൊരു അവിഹിത ബന്ധമുണ്ട്, അവനോട് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഈ ബന്ധത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയിട്ട്, ഉപേക്ഷിച്ചിട്ട് കളയാൻ, ഈ തിന്മയെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ മാറുന്നില്ല അച്ഛാ. അവസാനം ഈ അമ്മ എന്നെ പറഞ്ഞു, അച്ഛാ ഒരു കാലത്ത് ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, ഞാൻ ചെയ്ത പാപത്തിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കുമല്ലേ അച്ഛാ ഇതെന്ന് എന്നോടൊന്ന് വേദനയോടെ പറയുമായിരുന്നു. നമ്മൾ മാരകഭാവത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മക്കൾ വിസറായിട്ട് കഴിയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ശരിയാവുമെന്ന് അച്ഛൻ അറിയത്തില്ല. അപ്പം ഓരോ മക്കളും എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സുഹൃതമാണ്. സത്യം കേട്ടോ. അച്ഛൻ പല കുഞ്ഞുങ്ങളിലും കണ്ടിരിക്കുന്ന കാര്യമാണ്. മാതാപിതാക്കൾ യഥോ രാജ തഥോ പ്രജ എന്ന് പറയുന്ന പോലെ അപ്പനും അമ്മനെ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാനായിട്ടായിരിക്കും. അല്ലെങ്കിൽ മക്കളെ കണ്ടു കഴിഞ്ഞാൽ അപ്പനും അമ്മയും എത്ര പുണ്യപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മാതാപിതാക്കൾ മദ്യപന്മാരാണെങ്കിൽ, വ്യഭിചാര ദുർഭോഗത്തിൻ്റെ പിടിയിൽ അമർന്നു നിൽക്കുന്നവരാണെങ്കിൽ
അല്ലെങ്കിൽ ഒന്നാം പ്രമാണ ലംഘനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മക്കൾക്കും ചില തരത്തിലുള്ള അതിൻ്റെയൊക്കെ അനുബന്ധമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 6-ാം പ്രമാണ ലംഘനങ്ങൾ ഒരിക്കലും പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, കുടുംബത്തിനുള്ളിൽ സ്വന്തം ഭർത്താവല്ല ഭാര്യ അല്ലാതെ മറ്റിടങ്ങളിൽ ശാരീരിക സുഖങ്ങൾ തേടി പോകുന്നവരൊക്കെ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കുക ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. അച്ഛൻ ഡൊമിനിക് അച്ഛൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ്, വെട്ട് കിട്ടും കേട്ടോ, വെട്ട് കിട്ടും, തീർച്ചയായിട്ടും വെട്ട് കിട്ടും. നീ വിചാരിക്കും അയ്യോ എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ, ഞാൻ വിചാരമൊക്കെ ചെയ്തിട്ട് എൻ്റെ ശരീരത്തിനൊരു കുഴപ്പമില്ലല്ലോ, എൻ്റെ കുടുംബത്തിനൊരു കുഴപ്പമില്ലല്ലോ, സാമ്പത്തികമായിട്ട് ഞാൻ ഹെൽത്തി ആണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോവാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് പാമ്പ് എഴുന്നേക്കും, അവൻ വെട്ട് തരും നിനക്ക്. നിന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവൻ എഴുന്നേക്കും. ഞാൻ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടിട്ടാണ്, സ്ഥിരമായിട്ട് ധ്യാനങ്ങളൊക്കെ നയിക്കുന്നതുകൊണ്ട് അച്ഛൻ അറിയാം. എത്രയോ പേരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അച്ഛൻ പറയാണ്, വെട്ട് കിട്ടും. നിന്റെ മകൻ്റെയോ മകളുടെയോ ഒക്കെ വിവാഹം വരുന്ന സമയങ്ങളിൽ, അവരുടെ ജീവിതത്തിന് അതിപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, അവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത്, ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന സമയത്ത്, കുടുംബത്തിൽ ആഹ്ലാദം തിരതല്ലേണ്ട സമയത്തൊക്കെ അവൻ എഴുന്നേക്കും. അടിക്കും, നിൻ്റെ കുടുംബത്തിൽ നല്ല അടിക്കും, നല്ല രോഗങ്ങൾ, മുഴുത്ത രോഗങ്ങൾ, മരണങ്ങൾ, കടബാധ്യതകളൊക്കെ അവൻ കൊണ്ടുവന്ന് തരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും 1-ാം പ്രമാണ ലംഘനമോ 6-ാം പ്രമാണ ലംഘനമോ ഒന്നും ജീവിതത്തിൽ കൊണ്ടുവന്നേക്കരുത്. പിശാച് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാനായിട്ടൊരു വഴി ഒരുക്കരുത്. നീ യുവാവേ, നീ നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അനുസ്മരിക്കണമെന്ന കർത്താവ് പറയുക. നീ യൗവനത്തിൽ, നിനക്കിപ്പോൾ ചോരത്തിളപ്പിലാണോ, നീ കർത്താവിനെ ഓർക്കുക, അവനോട് പ്രാർത്ഥിക്കുക. നിന്റെ തിന്മയുടെ വഴികളൊക്കെ മാറ്റിവെച്ചിട്ട് നന്മയുടെ വിശുദ്ധിയുടെ വഴിയിലേക്കെന്ന് വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റു കൽപ്പനകളെക്കുറിച്ചൊന്നും അച്ഛൻ പറയുന്നില്ല. അതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ, ഈ 10 കൽപ്പനകൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവികമായ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 3-ാമത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കാൻ വേണ്ട 3-ാമത്തെ കാര്യം ഇതാണ്, ജപമാല. പരിശുദ്ധ അമ്മ, മനസ്സിലാണ്? പരിശുദ്ധ അമ്മയുടെ നീലങ്കിക്കുള്ളിൽ അഭയം പ്രാപിക്കുന്ന എല്ലാവർക്കും ദൈവിക സംരക്ഷണം കിട്ടും, ദൈവിക സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കും. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈജിപ്തിലേക്കുള്ള പലായനമാണ്. ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാറിൽ പറ്റിക്കിടന്നുകൊണ്ടാണ് ഈശോ, കൈക്കുഞ്ഞായ ഈശോ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടമാണ് പരിശുദ്ധ അമ്മയുടെ മാറിടം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ നെഞ്ചകം എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ ഇടം. നമുക്കറിയാലോ, പരിശുദ്ധ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പരിശുദ്ധ അമ്മയോട് പറയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം, രക്ഷകനായിരിക്കും, മാനുവൽ. ലോകത്ത് എത്രയോ സ്ത്രീകളുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തു. കാരണം എന്താ? പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രമാണ് ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് പിതാവായ ദൈവം കണ്ടെത്തുകയായിരുന്നു. അവൾ അമലോത്ഭവയായിരുന്നു, അവൾ പരിശുദ്ധിയായിരുന്നു, നിത്യകന്യകയായിരുന്നു, പരിപൂർണയായിരുന്നു എന്നുള്ള ദൈവം കണ്ടു. അതോടൊപ്പം തന്നെ ഏറ്റവും സുരക്ഷിതമായൊരിടമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രം പിതാവായ ദൈവം കണ്ടെത്തുകയാണ്. നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായൊരിടമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളാണ്, പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നതുണ്ടോ, ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വട്ടത്തിലാവും. ഈ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്, ദൈവവചനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളുടെ സംരക്ഷണത്തിലേക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ നെഞ്ചകത്തിലേക്ക് നമ്മൾ ചെല്ലുകയാണ്, പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനം മാംസമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കുകയാണ്. തിരുസഭയുടെ സംരക്ഷണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിക്കുകയാണ്, സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിക്കുകയാണ്. മാലാഖമാരുടെ രാജ്ഞിയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കുകയാണ്. വിശുദ്ധരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ഏറ്റവും സംരക്ഷിതമായ ഒരു കരങ്ങളിലേക്ക് നമ്മളെ തന്നെ എടുത്തുയർത്തുകയാണ്. അതാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ ചെന്ന് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാലാണ് ഈശോയെ ഗർഭിണിയായിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള പരിശുദ്ധ അമ്മ എലീശോയുടെ അയ്യങ്കരീം എന്ന പട്ടണത്തിൽ താമസിക്കുന്ന എലീശായുടെ ഭവനത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഈ പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം ശ്രമിച്ചു കഴിയുമ്പോൾ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്നാ പറയുക. എലിസബത്തിന് ഉദരത്തിലുള്ള ശിശുവും സന്തോഷത്താൽ കുതിച്ച് ചാടി പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവനായി എന്നാ പറയുക.
ഉണ്ടോ? ഇതുപോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നവര്, ജപമാല ചൊല്ലി ഈശോയെ ആരാധിക്കുന്നവര്, സ്തുതിക്കുന്നവർക്കൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാവും. ഹൃദയം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും, ആത്മാവ് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും, ശരീരം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. വചനം മാംസമായി, യോഹന്നാന്റെ 1-14 വാക്യം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചോ. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച കർത്താവിന്റെ സംരക്ഷണവും അഭിഷേകവും കൃപയും സ്വസ്ഥതയും സമാധാനവും വിടുതലും ഒക്കെ നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവികമായ സംരക്ഷണം ജപമാല ചൊല്ലുന്ന വ്യക്തികൾക്കൊക്കെ ലഭിക്കും. അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തികൾ, ചില പൈശാചിക ബന്ധനങ്ങളൊക്കെ ഉള്ള വ്യക്തികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. ഞങ്ങൾ പലപ്പോഴും ഇത് ഈ വിടുതൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതിന് മുമ്പ് 10 നന്മറിഞ്ഞറിയും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. 1-ാമത്തെ നന്മറിഞ്ഞറിയും ചൊല്ലുമ്പോൾ ആളിങ്ങനെ സ്വസ്ഥമായിട്ട്, പൈശാചിക പീഡകൾ ഉണ്ടെങ്കിലും കേട്ടോ നല്ലൊരു ശതമാനം ഈ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ കാണാറുണ്ട്. ഒരു 100 പേര് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു 95 പേർക്കൊക്കെ മാനസികമായ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അച്ഛൻ ചെറിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുള്ളൂ. പക്ഷേ പൈശാചിക പീഡകളുള്ളവർക്ക് ഞങ്ങൾ അമാനുഷികമായ ശക്തികൾ, പല ഭാഷകൾ സംസാരിക്കുന്നത്, സ്ഥലം ഇങ്ങനെ പ്ലേസും ടൈമും ഉണ്ടാവില്ല, ആത്മാവ് ഇങ്ങനെ യാത്ര ചെയ്ത് വിദൂരങ്ങളിലുള്ള കാര്യങ്ങൾ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പൈശാചിക പീഡകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും പൈശാചിക പീഡകൾ വെളിപ്പെടുന്നത് പലപ്പോഴും ജപമാല ചൊല്ലുന്ന സമയത്ത്. നന്മ നിറഞ്ഞു പറയുമെന്ന് ചൊല്ലുമ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലും, 2-ാമത്തെ പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം ആകുമ്പോൾ ആൾ ചെവി പറ്റത്തില്ല. അതല്ലേ ഫാദർ അമോർത്ത പറഞ്ഞത്, ഓരോ പ്രാവശ്യവും ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾ പിശാചിൻ്റെ തലയിൽ കൂടം കൊണ്ട് അടിക്കുകയാണെന്ന് പറയുക. ജപമാല ചൊല്ലും, ഒരിക്കലും ജപമാല മുടക്കിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 ആരാധന, ആരാധന. ജപമാല ഒരിക്കലും മുടക്കിക്കരുത്. ജപമാല എന്ന് പറയുന്നത് നിന്റെ ആത്മാവിന് ചുറ്റും കെട്ടുന്ന വേലിയാണ്, നിന്റെ ശരീരത്തിന് ചുറ്റും കെട്ടുന്ന വേലിയാണ്, നിന്റെ കുടുംബത്തിന് ചുറ്റും കെട്ടുന്നൊരു വേലിയാണ്. ഏറ്റവും സംരക്ഷണം നൽകുന്ന ഒരു കാര്യമാണ് ജപമാല എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പം അച്ഛൻ 3 കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞുള്ളൂ. എന്താണ് ദൈവിക സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ സംരക്ഷണം തരണമേ, എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനി 2-ാമത്തെ ദൈവിക കൽപ്പനകൾ പാലിക്കണം, കർത്താവിൻ്റെ കൽപ്പനകൾ എപ്പോഴും പാലിക്കണം, അത് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ ചെയ്യണം. ഇനി 3-ാമത്തത് ജപമാല പ്രാർത്ഥന, ജപമാല ഒരിക്കലും മുടങ്ങാതെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ദൈവിക സംരക്ഷണയിൽ ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ഇരിക്കുന്നിടത്ത് തന്നെ, അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളെല്ലാവരും അച്ഛനൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെയും ഈ വ്യക്തിയുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും ജീവിത പങ്കാളിയെയും എല്ലാം കനിവാർന്ന് അനുഗ്രഹിക്കണമേ. ഈ വ്യക്തി താമസിക്കുന്ന കുടുംബത്തെയും ഇദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തെയും ഇദ്ദേഹത്തിൻ്റെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അപേക്ഷകളെയും യാചനകളെയും എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവെ, ശക്തമായ വിടുതലും സമാധാനവും സന്തോഷവും നൽകണം ഈശോയെ. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ സങ്കടങ്ങളോ വേദനകളോ നിരാശകളോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവെ, അതെല്ലാം അങ്ങ് കനിവാർന്ന് കർത്താവെ, അവയിൽ നിന്നെല്ലാം ഈ വ്യക്തിക്ക് അങ്ങ് വിടുതൽ നൽകണമേ. അങ്ങയുടെ കരുണ ഒഴുക്കണമേ, അങ്ങയുടെ സമാധാനം ഒഴുക്കണമേ, അങ്ങയുടെ ശക്തി നൽകണമേ. ജീവിതത്തിൽ തളർന്നിരിക്കുവാണെങ്കിൽ കർത്താവെ, തളർന്നവന് വില നൽകുന്ന കർത്താവ്, ഈ മകന് ഈ മകൾക്ക് അങ്ങ് ഈ നിമിഷം അങ്ങ് ശക്തി പകരണമേ, ബലം നൽകണമേ. ഈ രോഗത്താൽ തളർന്നിരിക്കുവാണെങ്കിൽ അങ്ങ് സൗഖ്യം നൽകണമേ. കർത്താവെ, കടബാധ്യതകളാൽ മുങ്ങി നിൽക്കുവാണെങ്കിൽ കടങ്ങളിൽ നിന്ന് കരകയറി വരാനുള്ള കരുത്ത് നൽകണം ഈശോയെ. നിരാശയിൽപ്പെട്ട് നിൽക്കുവാണെങ്കിൽ പ്രത്യാശയോടെ ജീവിതത്തെ നോക്കിക്കാണാനുള്ള കരുത്ത് നൽകണം ഈശോയെ. എല്ലാ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.